ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഹോപ്പ് യു ഓൾ ആർ സേഫ്. പുതിയൊരു പാഠവുമായി ഞാൻ വന്നിരിക്കുകയാണ്. 9ാം ക്ലാസ്സിൽ നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട പാഠം നംഗേ പയർ എന്ന ഒരു പാഠമാണ്. ഇതൊരു കഹാനി സ്റ്റോറി. ഇത് എഴുതിയിരിക്കുന്നത് വെങ്കടേഷ് മാഡ്ഗുൽക്കർ എന്ന സാഹിത്യകാരനാണ്. വെങ്കടേഷ് മാഡ്ഗുൽക്കർ ഒരു മറാഠി സാഹിത്യകാരനാണ്. അദ്ദേഹം ജനിച്ചത് 1927 ഏപ്രിൽ 5-ാം തീയതി മഹാരാഷ്ട്രയിലെ സാംഗ്ലി ഡിസ്ട്രിക്റ്റിലെ മാഡ്ഗുൽ എന്ന ഗ്രാമത്തിലാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം മാഡ്ഗുൽക്കർ എന്ന് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നോക്കിയാൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതായിട്ട് കാണുന്നില്ല. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷനാകുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുകയും സ്വാതന്ത്ര്യശേഷം തിരിച്ച് അദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതായിട്ട് പറയുന്നില്ല. എങ്കിലും അദ്ദേഹം നാട്ടുഭാഷാ സ്കൂളിൽ, അതായത് മറാഠി മീഡിയം സ്കൂളിൽ 7ാം ക്ലാസ് പാസ്സായതായിട്ട് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് 1949 മറാഠി പുസ്തകമാണ്. മാൺദേശി മാൺസെ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം ഏകദേശം 200ഓളം ഷോർട്ട് സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട്. 200ഓളം ഷോർട്ട് സ്റ്റോറികൾ, 8 നോവലുകൾ, 40ഓളം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. തിരക്കഥകൾ കൂടുതലും മറാഠി നാടകങ്ങൾക്കും സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. സ്ക്രീൻ പ്ലേ 40ഓളം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ GD മാഡ്ഗുൽക്കർ വളരെ പ്രശസ്തനായ ഒരു മറാഠി കവിയാണ്. ഒരുപക്ഷെ ആ പാരമ്പര്യം കൊണ്ടായിരിക്കും അദ്ദേഹം ഈ സാഹിത്യത്തിലേക്ക് വരാനിടയായത്. എങ്കിലും പിൽക്കാലത്ത് മറാഠി സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ സാഹിത്യകാരനാണ് വെങ്കടേഷ് മാഡ്ഗുൽക്കർ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വെങ്കടേഷ് ദിഗംബർ മാഡ്ഗുൽക്കർ എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നംഗേ പയർ എന്ന പാഠാണ്. നംഗേ പയർ എന്ന് പറഞ്ഞാൽ നഗ്നമായ കാൽ. നഗ്നമായ കാലത്ത് ചെരുപ്പിടാത്ത കാൽ എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ചെരുപ്പ് ഇടാത്ത കാൽ എന്ന അർത്ഥമേ ഉള്ളൂ നംഗേ പയർ. അപ്പൊ നമുക്ക് ആ പാഠത്തിലേക്ക് പോകാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, പേജ് നമ്പർ 52. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയോളൂ. दोपहर का समय था. दोपहर എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായിരുന്നു. बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. അപ്പൊ ബേബി എന്ന് പറഞ്ഞ കുട്ടി തന്റെ കട്ടിലിരുന്നുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. പള്ളങ്ക് എന്ന് പറഞ്ഞ കട്ടിലാണ്, കിഡ്കി ജനൽ. ഇപ്പൊ കുട്ടികളെ ഹിന്ദിക്കാർ പൊതുവെ ബേബി എന്നാണ് വിളിക്കുന്നത്. നമ്മള് മോളു, കൊച്ച് എന്നൊക്കെ വിളിക്കുന്ന പോലെ അവർ ബേബി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കൊച്ച് കട്ടിലിരുന്നുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. ബീച്ച് ഹാൾ മേം രഖേ റേഡിയോ സെ 12:30 बजे के റെക്കോർഡ് ബജ് രഹേ. അപ്പൊ ഹാളിന് നടുക്ക് വെച്ചിരിക്കുന്ന ഒരു റേഡിയോയിൽ നിന്നും 12:30 പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ നിന്നാണ് കേട്ടോ. ഹാളിന്റെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന റേഡിയോയിൽ നിന്നും 12:30 12:30 ഉള്ള പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്ത് മാഹോൾ മേ ഗീതോങ്കെ സുർ ഗൂഞ്ച് രഹേ थे. മാഹോൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം. അപ്പൊ വളരെ ശാന്തമായ അന്തരീക്ഷത്തില് റേഡിയോയിൽ നിന്നുള്ള ഈ ശബ്ദം ഗൂഞ്ചിന് മുഴങ്ങുക. ഇപ്പൊ ശാന്തമായ അന്തരീക്ഷത്തില് റേഡിയോയിൽ നിന്നുള്ള ഈ പാട്ട് അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. सामने का बंद फाटक खोलकर पोस्टमैन भीतर आया.
അപ്പൊ അടുത്തുള്ള, സാമനെ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള അടഞ്ഞ ഗേറ്റ്, ഫാട്ടക് എന്ന് പറഞ്ഞാല് ഗേറ്റ് ആണ്. ബന്ദ് ഫാട്ടക്, അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് തുറന്നുകൊണ്ട് പോസ്റ്റ്മാൻ അകത്തു വന്നു. വാക്കുകളുടെ അർത്ഥമൊക്കെ എഴുതിയിട്ടോണം, അറിയാൻ പാടില്ലാത്ത വാക്കുകളുടെ അർത്ഥം എഴുതിയിട്ട് പഠിക്കണം കേട്ടോ. ഖോൽക്കർ എന്ന് പറഞ്ഞാൽ തുറന്നിട്ട്, പോസ്റ്റ്മാൻ ഭീതർ ഉള്ളിൽ. അപ്പൊ ആ അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ അകത്തു വന്നു. അഹാത്തെ കി ബജരി പർ ഉസ്കി ആഹട്ട് സുനായി ദി. അഹാത്തെ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് എന്നേ അർത്ഥമുള്ളൂ. കോമ്പൗണ്ടിലെ ബജരി എന്ന് പറഞ്ഞ ചരല്, ഗ്രാവൽ. ഇപ്പൊ നമ്മുടെ മുറ്റത്തൊക്കെ ഗ്രാവല് ഒക്കെ വിരിച്ചിടിയല്ലേ, ചരല് അല്ലെങ്കിൽ ബേബി മെറ്റിലൊക്കെ വിരിച്ചിടിയല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അയാൾ നടക്കുന്ന കാലൊച്ച കേൾക്കാമായിരുന്നു. ആഹട്ട്, കാലൊച്ച. മനസ്സിലായോ? पोस्टमैन की आवाज उसके कानों में आई, पर फर्श पर डाक के गिरने की आवाज सुनाई नहीं दी. അപ്പൊ പോസ്റ്റ്മാൻ അകത്തേക്ക് വരുന്ന ശബ്ദമൊക്കെ അവൾ കേട്ടു. പോസ്റ്റ്മാൻ കി ആവാസ്, ശബ്ദം. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോമേ. അപ്പൊ പോസ്റ്റ്മാൻ ഗേറ്റ് തുറന്ന് നടന്നു വരുന്ന ശബ്ദം അവള് അവിടെ ചെവിയിൽ പതിഞ്ഞു. കാണുന്ന പറഞ്ഞ ചെവിയാണ്, ചെവിയിൽ പതിഞ്ഞു. पर फर्श पर डाक के गिरने की आवाज सुनाई नहीं दी. എന്നാൽ ഫർഷ് എന്ന് പറഞ്ഞാൽ തറ, ഫ്ലോർ. അപ്പൊ ഈ കൊണ്ടുവരുന്ന കത്ത് ഫ്ലോറിൽ അല്ലെങ്കിൽ തറയിൽ വീഴുന്ന ശബ്ദം കേട്ടില്ല. അതാണ് पर फर्श पर डाक के गिरने की आवाज सुनाई नहीं दी. ഗിർന, വീഴുക. അപ്പൊ ഈ പോസ്റ്റ്മാൻ സാധാരണ അകത്ത് വന്നിട്ട് കത്ത് വരാന്തയിലേക്ക് എറിഞ്ഞിട്ട് പോവാറാ പതിവ്. അപ്പൊ ഇന്ന് പോസ്റ്റ്മാൻ അകത്ത് വരുന്ന ശബ്ദമൊക്കെ അവൾ കേട്ടു, പക്ഷേ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്ററുകളായിരിക്കാം, അത് വീഴുന്ന ശബ്ദം കേട്ടില്ല. ആവാസ് സുനായി നഹിദി, നഹിന്ദി. ബേബി പീച്ചെ മുടി. അവള് പുറകോട്ട് തിരിഞ്ഞു. പീച്ചെ മുടിനെ പുറകോട്ട് തിരിയുക. സംഭൽക്കർ പളങ് സെ ഉതരി. സംഭൽക്കർ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച്, സംഭൽക്കർ സൂക്ഷിച്ച് അവൾ കട്ടിൽ നിന്നും ഇറങ്ങി. ഉതർന്ന, ഇറങ്ങുക. ഫിർ ബൈസാഖിയോ കെ സഹാരെ ഏക് ഏക് കദം ചൽക്കർ ദർവാസെ തക്ക് ആയി. എന്നിട്ട് ബൈസാഖി ഊന്നുവടിയുടെ സഹായത്തോടെ ഓരോരോ സ്റ്റെപ്പ് നടന്ന് അവള് വാതിൽക്കൽ വരെ എത്തി. അപ്പൊ ആ ചിത്രത്തിൽ ഞങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ബേബിക്ക് ഒരു കാലില്ല, അവള് ഭിന്നശേഷിക്കാരിയാണ്. അപ്പൊ ഒരു കാലില്ലാത്ത ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയെക്കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. ഇത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ് എന്നൊക്കെ നമ്മൾ വഴിയെ പറയാം. ഓക്കെ, ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക. അവൾക്കൊരു കാലില്ല, അവളൊരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. അപ്പൊ അവള് ഊന്നുവടിയുടെ സഹായത്തോടെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് എവിടെ വന്നു? ഗേറ്റിന് വാതിൽക്കൽ വന്നു. ബന്ദ് ദർവാജ ഖോൽനേമേ ഉസേത്തോടെ സമയില്ലക. അപ്പൊ അടഞ്ഞു കിടന്നിരുന്ന ആ വാതിൽ തുറക്കാനായിട്ട് അവൾക്ക് അല്പം സമയമെടുത്തു. ബന്ദ് ദർവാജ, അടഞ്ഞു കിടക്കുന്ന വാതില്, ഖോൽന തുറക്കുക, തോടാ സമയം, അല്പസമയം എടുത്തു. കാരണം ഒരു കാലിൽ നിന്നുകൊണ്ട് വേണം, ഊന്നുവടിയുടെ സഹായത്തോടെ വേണം അവൾക്ക് ആ വാതിൽ തുറക്കാൻ. നമുക്ക് സാധാരണ നമ്മുടെ നിന്ന് പെട്ടെന്ന് തുറക്കണ പോലെ തുറക്കാൻ അവൾക്ക് സാധിക്കില്ല. ദർവാജെ സെ ബാഹർ और हॉल को पार कर आगे आने में देर लगी. അപ്പൊ വാതിലിലൂടെ പുറത്തിറങ്ങി ഹോള് മുറിച്ചു കടന്ന്, പാർക്കർ എന്ന് പറഞ്ഞാൽ മുറിച്ചു കടക്കുക, നടന്നു പോവുക എന്നാണ്. വാതിലിലൂടെ പുറത്തിറങ്ങി ഹോള് മുറിച്ചു കടന്ന് മുമ്പോട്ട് വരാനായിട്ട് അവൾക്ക് കുറച്ച് സമയമെടുത്തു. ആകെയാണ് മുമ്പോട്ട് വരാനായിട്ട് അവൾക്ക് കുറച്ച് സമയമെടുത്തു. ദേർ സമയമാണ് കേട്ടോ. വ ദർവാസെ പർ പൗഞ്ചി. അവള് പുറത്ത വാതിൽക്കൽ എത്തി. പൗഞ്ചിന് എത്തിച്ചേരുക. വഹാം ഹാത്ത് മേ ഡാക്ക് ലിയെ പോസ്റ്റ്മാൻ കടാത. അവിടെ കയ്യില് കത്തുമായിട്ട് പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. ഫർഷ് പർ ഡാക്ക് പേക്കർ അഭി ഗയാ നഹീ ഥ.
അയാള് ഈ തറയിലേക്ക് പോസ്റ്റ് അല്ലെങ്കിൽ കത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ പോസ്റ്റുമായിട്ട് അല്ലെ കയ്യിൽ കത്തുമായിട്ട് പോസ്റ്റ്മാൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. सीढ़ियों के ऊपर होकर उसने हाथ बढ़ाए. सीढ़ी എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ്, നടക്കല് നമ്മൾ പറയല്ലേ, സ്റ്റെപ്സ്, സീഡി എന്നതാണ്. അപ്പൊ ആ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവള് കൈ നീട്ടി, ഹാത്ത് ബടായ, കൈ നീട്ടി. ഉസ്നെ ധ്യാൻ ദിയാ കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ. അവള് ശ്രദ്ധിച്ചു, ധ്യാൻ ദേന ശ്രദ്ധിക്കുക. അവള് ശ്രദ്ധിച്ചു എന്താണ്, ഇന്ന് പോസ്റ്റ്മാൻ വേറെ ആളാണ്. ദൂസര ആദ്മി ഹെ, ആജ് കാ പോസ്റ്റ്മാൻ ദൂസര ആദ്മി ഹെ. എല്ലാ ദിവസവും വരുന്ന പോസ്റ്റ്മാൻ അല്ല, ഇന്ന് വേറെ ആളാണ് വന്നിരിക്കുന്നത്. സദാ കാ വഹ് ദാടിവാല പോസ്റ്റ്മാൻ നെഹി ഹെ. എല്ലാ ദിവസവും വരുന്ന, സദാക്ക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരുന്ന ആ താടിയുള്ള പോസ്റ്റ്മാൻ അല്ല ഇന്ന് വന്നിരിക്കുന്നത്. ബച്ചോങ്കേസെ ചെഹരവാല ഏക് നയ പോസ്റ്റ്മാൻ ഹെ. ഇന്നൊരു പുതിയ പോസ്റ്റ്മാൻ ആണ് വന്നിരിക്കുന്നത്. അയാൾക്ക് കുട്ടികളുടെ പോലത്തെ മുഖമാണ്, വളരെ ഓമനത്തുള്ള ഒരു മുഖമാണ്. ഏക് നസർ ബേബി കെ പൈറോം കി ഓർ ദേഖ. പോസ്റ്റ്മാനെ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ്മാൻ ഏക് നസർ, ഒരു ദൃഷ്ടി, ഒരു നോട്ടം. എവിടെയാ അയാൾ നോക്കിയത്? കുട്ടിയുടെ, ബേബിയുടെ കാലിൽ നോക്കി. ഉസ്നെ ഏക് നസർ ബേബി കെ പൈറോം കി ഓർ ദേഖ. കാലിലേക്ക് നോക്കി. ഉസേ ഷായത് ധക്കാസ ലഗ. ധക്കാസ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപക്ഷെ ഷോക്കായി കാണും. ധക്ക ലഗ്ന എന്ന് പറഞ്ഞാൽ ഒന്ന് ഞെട്ടുക അല്ലെങ്കിൽ ഒന്ന് ഷോക്ക് ആകുക എന്നാണ്. അയാൾക്കൊരു ഷോക്ക് പോലെ തോന്നിയിട്ടുണ്ടാവും. ഉസനെ ഡാക്ക് ബേബിക്ക് ഹാത്ത് മേൻ തേതി. അയാള് കൊണ്ടുവന്ന ആ പോസ്റ്റ്, കത്തുകളൊക്കെ ബേബിയുടെ കയ്യിൽ കൊടുത്തു. ബൂढ़े പോസ്റ്റ്മാൻ की तरफ इस पोस्टमैन ने उससे कोई बात नहीं की. നമ്മുടെ നേരത്തെ പോസ്റ്റ്മാനെ പോലെ, നേരത്തെ ദാടിയുള്ള ആ വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ ഇയാള് ബേബിയോട് സംസാരിച്ചൊന്നുമില്ല. ബൂढ़े പോസ്റ്റ്മാൻ की तरफ इस पोस्टमैन ने उससे कोई बात नहीं की. ബാത് കർണ, സംസാരിക്കുക. അപ്പൊ നേരത്തെ പോസ്റ്റ്മാൻ അവളോട് ധാരാളം സംസാരിക്കുമായിരുന്നു. അപ്പൊ അതുപോലെ ഈ പുതിയ പോസ്റ്റ്മാൻ അവളോട് ഒന്നും സംസാരിച്ചില്ല. മാ കെ ഹാത്ത് മേ ഡാക് ദേക്കർ ബേബി പീछे की ओर मुड़ी और बड़ी कुर्सी पर बैठकर बोली. കത്തൊക്കെ അവള് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്തു. മാ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാ കെ ഹാത്ത് മേ ഡാക് ദേക്കർ ബേബി പീछे की ओर मुड़ी. അമ്മയുടെ കയ്യിലേക്ക് ഈ കത്തുകളെല്ലാം കൊടുത്തിട്ട് അവള് പുറകോട്ട് തിരിഞ്ഞു. എന്നിട്ടോ ബെഡി കുർസി പർ ബൈഠ്കർ ബോലി. വലിയ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, മാ ആജ് കാ പോസ്റ്റ്മാൻ നയാ ഥാ. അവള് ആ വലിയ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അമ്മേ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണ്. तो इसमें आश्चर्य की कौन सी बात है, बदल गया होगा. അപ്പൊ അമ്മ പറഞ്ഞു, ഇതിൽ ഇത്ര ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു? പുതിയ പോസ്റ്റ്മാൻ വന്നതായിരിക്കും, അല്ലെ പഴയ ആൾ ട്രാൻസ്ഫർ ആയി പോയിട്ട് പുതിയ പോസ്റ്റ്മാൻ വന്നതായിരിക്കും. അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. ബേബിക്ക് മാനെ ബാൽമിത്ര കാ നയ അംഗ് ബേബിക്ക് ആഞ്ചൽ മേം രഖ. ബേബിയുടെ അമ്മ, ബാൽമിത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലരമ പോലെയുള്ള കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളായിരിക്കും. ബാൽമിത്ര കുട്ടികളുടെ പ്രസിദ്ധീകരണം, അതിന്റെ നയാങ്ക് എന്ന് പറഞ്ഞാൽ പുതിയ പതിപ്പ് ബേബിയുടെ ആഞ്ചൽ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന്റെ അഗ്രം എന്നാണ് അർത്ഥം, വസ്ത്രത്തിന്റെ അഗ്രം. എന്നാൽ ഇവിടെ നമ്മൾ മടിയിൽ നിന്ന് എടുത്താൽ മതി. അപ്പൊ ഈ ബാൽമിത്രത്തിന്റെ പുതിയ പതിപ്പ് ബേബിയുടെ അമ്മ അവളുടെ മടിയിൽ വെച്ചു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ വഹ് അപ്പനെ കമരമേ ചലികെ. പിന്നീട് റേഡിയോ ഓഫ് ചെയ്തിട്ട് അവര് തന്റെ മുറിയിലേക്ക് പോയി. കമര മുറിയാണ്. ദോപ്പഹർ മേ ബേബി കോ ഹമേശ അകേലാപ്പൻ ലഗ്ത. ദോപ്പഹർ ഉച്ചയാവുമ്പോഴത്തേക്ക്, ഉച്ച സമയത്ത് അവക്ക് എപ്പോഴും, ഹമേശ എല്ലായ്പ്പോഴും അകേലാപ്പൻ, ഏകാന്തത, ലോൺലിനെസ് തോന്നും, ഏകാന്തത തോന്നും. കിസ്കെ സാത്ത് ബാത് കരെ. അവൾ ആരോട് സംസാരിക്കും? കിസ്കെ സാത്ത് ഹസെ. ആരോട് ചിരിക്കും? ഏക പ്രശ്നം സദാഹി ബനാരഹത്ത. ഈ പ്രശ്നം എപ്പോഴും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉച്ച സമയം ആകുമ്പോഴത്തേക്ക് അമ്മയുടെ മുറിട്ട് ഉറങ്ങാൻ പോയി. പിന്നെ അവൾ ആരോട് സംസാരിക്കും? ആരുമില്ല. അവൾക്ക് സംസാരിക്കാനോ കൂട്ടുകൂടാനോ ആരുമില്ല.
അപ്പൊ അത് അവൾക്കൊരു എപ്പോഴും ഒരു പ്രശ്നമാണത്. അപ്പൊ ഇവിടെ എന്താ കാരണം? അവൾക്ക് നിങ്ങളെ പോലെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റത്തില്ല. അവൾക്ക് ഒരു കാലില്ല, ഭിന്നശേഷിക്കാരിയാണ്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഓടിച്ചാടി കളിക്കാനൊന്നും സാധിക്കുകയില്ല. അപ്പൊ ആ ഒരു മനോഭാവം, അവളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് ഓടിച്ചാടി നടക്കാനൊന്നും പറ്റാത്ത കുട്ടികളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പൊ അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ മനോഭാവം മാറാൻ വേണ്ടിയിട്ടാണ് ഈ പാഠമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠമൊക്കെ പഠിപ്പിക്കുന്നത്. കിസ്കെ സാത്ത് ഹസെ ഐസെ ഹി സമയമേ വഹ് ബൂഢ പോസ്റ്റ്മാൻ ആ ജായ കർത്താവ്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ്, അവൾക്ക് അങ്ങനെ ഏകാന്തത തോന്നുന്ന സമയത്താണ് ആ വൃദ്ധനായ പോസ്റ്റ്മാൻ വന്നിരുന്നത്. ബൂഢ പോസ്റ്റ്മാൻ ആ ജായ കർത്താവ് വ ഹമേശാ ഹി ജൽദി മേ രഹത്താ. അയാള് എപ്പോഴും തിരക്കിലാണ്. ജൽദി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വന്നാൽ പെട്ടെന്ന് പോണം, തിരക്കാണ്. ഫിർ ബി കബി കബി കിടക്കി തക് ജാക്കർ ഡാക്ക് ദേത്ത. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ജനലിനടുത്ത് വരെ ചെന്ന് കത്ത് കൊടുക്കും. കോയിനെ കോയി പരിചിതായ ദേക്കർ ബേബിക്കോ അച്ഛാ ലഗ്താ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും പരിചയക്കാർ വന്നാൽ ബേബിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സംസാരിക്കാമല്ലോ. അല്ലെങ്കിൽ അവൾ ആരോടും സംസാരിക്കാൻ ആരുമില്ല, അവൾ അങ്ങനെ വിഷമിച്ചിരിക്കും. അതാണ് കോയിനെ കോയി പരിചിതായ ദേക്കർ ബേബിക്കോ അച്ഛാ ലഗ്താ. മനസ്സിലായോ? നെക്സ്റ്റ് പറയുക, ഇസ്കെ ബാദ് തീസരെ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസായി. ഇതിനുശേഷം മൂന്നാമത്തെ ദിവസം വീണ്ടും പോസ്റ്റ്മാന്റെ ശബ്ദം വന്നു. ഡാക് ഗിർനേക്ക് ആവാസ് നഹീം സുനൈദി. എന്നാൽ പോസ്റ്റ് അല്ലെങ്കിൽ കത്ത് വീഴുന്ന ശബ്ദം കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്യമയായി. പതുക്കെ നടന്ന് ബേബി മുറ്റത്ത് വന്നു. പോസ്റ്റ്മാൻ അഭി ഖടാത. പോസ്റ്റ്മാൻ പോയിട്ടില്ല, അയാൾ അവിടെ നിൽക്കുകയാണ്. ബേബിക്ക് ഓർ ദേക്കർ വഹ് മുസ്കുരായ. ബേബിയെ നോക്കി അയാള് പുഞ്ചിരിച്ചു. മുസ്കുരാന പുഞ്ചിരിക്കുക. ബേബി ബി ഹസെ. ബേബിയും ചിരിച്ചു. ഡാക്ക് ലേക്കർ ബേബിനെ പൂച്ച. ഡാക്ക് കയ്യിൽ മേടിച്ചുകൊണ്ട്, ഡാക്ക് എന്ന് പറഞ്ഞ പോസ്റ്റാണ്, പോസ്റ്റ് കയ്യിൽ മേടിച്ചുകൊണ്ട് ബേബി ചോദിച്ചു, ക്യാ തും നയ പോസ്റ്റ്മാൻ ഹോ. അപ്പൊ കത്ത് കയ്യിൽ മേടിച്ചുകൊണ്ട് ബേബി ചോദിച്ചു, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി ഹാ, അതെ. ഡാക്ക് ഫേക്കർ തും ചലേ ജായാ കരോ, മുझे ആനെ മേ ദേർ ലഗ്തി ഹൈ. അപ്പൊ ബേബി പറഞ്ഞു, ഈ കത്തൊക്കെ നിങ്ങൾ ഇവിടെ വരാന്തയിൽ എറിഞ്ഞിട്ട് പൊയ്ക്കോളൂ. ഫേക്കിനെ എറിയുകയാണ്, എറിഞ്ഞിട്ട് പൊയ്ക്കോളൂ, എനിക്ക് വരാനായിട്ട് അല്പം സമയമെടുക്കും. അപ്പൊ അവളുടെ ആ നിസ്സഹായാവസ്ഥയാണ് അവളവിടെ വ്യക്തമാക്കുന്നത്. കാരണം അവൾക്ക് ഓടിച്ചാടി വന്ന് കത്തൊന്നും മേടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അവൾക്ക് ആ ഊന്നുവടിയുടെ സഹായത്തോടെ പതുക്കെ 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 മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കത്ത് ഇവിടെ വരാന്തയിൽ എറിഞ്ഞിട്ട് പോയിക്കോളൂ, എനിക്ക് വരാനായിട്ട് അല്പം സമയമെടുക്കും. ദേർ സമയം. പോസ്റ്റ്മാൻ ने बेबी के पैरों की ओर देखा और देर तक मौन रहा. പോസ്റ്റ്മാൻ ബേബിയുടെ ആ കാലിലേക്ക് നോക്കി, എന്നിട്ട് വളരെ നേരം മൗനമായിട്ട് നിന്നു. इस लड़की को भगवान ने पैर क्यों नहीं दिए. ഈ പെൺകുട്ടിക്ക് ഈശ്വരൻ എന്തുകൊണ്ടാണ് കാല് കൊടുക്കാതിരുന്നത്? ഐസ ഷായത് ഉസേ ലഗാ ഹോഗ. ഒരുപക്ഷെ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഈശ്വരൻ എന്തുകൊണ്ടാണ് ഈ പാവക്കുട്ടിക്ക് കാല് കൊടുക്കാതിരുന്നത്. വഹ് കുച്ച് ബോല നഹി പർ ഉസ്കി ആങ്കോം സേ കുച്ച് യഹി ഭാവ് ചലക്ക. അയാള് ഒന്നും സംസാരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, പക്ഷെ അയാളുടെ കണ്ണുകളിൽ ഈ ഭാവമായിരുന്നു തിളങ്ങിയത്. എന്ത്? ഈശ്വരൻ എന്തുകൊണ്ടാണ് ഈ പാവം കുട്ടിക്ക് കാല് കൊടുക്കാതിരുന്നതെന്നുള്ള ഭാവം, എന്ന് തോന്നൽ, എന്ന് ചിന്ത, അതാണ് അയാളുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ഉസിനെ ബഹുത് ഹി കോമൾ തഥാ ദബി ആവാസ് മേ കഹ. അയാള് വളരെ മൃദുവായ, അതുപോലെ തന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ലഗനോ ദബഹിൻ, എടുത്തോളൂ, സമയം എടുത്തോളൂ സഹോദരി. पोस्टमैन का काम जिस तिसके डाक को जिस तिसके हाथ में सौंपने का है, हाथ में फेंकने का नहीं. അപ്പൊ ആ പോസ്റ്റ്മാൻ പറഞ്ഞു, സഹോദരി നിങ്ങൾ ആവശ്യത്തിന് സമയം എടുത്തോളൂ, ഞാനിവിടെ നിന്നോളാം. ആരുടെയൊക്കെ ഓരോരുത്തരുടെയും കത്ത് അവരവരുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മാന്റെ ജോലി, അല്ലാതെ മുറ്റത്തോ വരാന്തയിലോ വലിച്ചെറിയുക എന്നുള്ളതല്ല. പോസ്റ്റ്മാൻ പറഞ്ഞാണ്.
അപ്പൊ നമുക്ക് നോക്കിയേ ആ പോസ്റ്റ്മാന്റെ മനോഭാവം നോക്കിയേ, അയാള് തന്റെ ജോലിയിൽ പൂർണ്ണമായിട്ടും ആത്മാർത്ഥതയുള്ള ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പോസ്റ്റ്മാന്റെ ജോലി കത്തെറിഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല, ആ വിലാസക്കാരനെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മാന്റെ ജോലി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോസ്റ്റ്മാൻ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജോലിക്കാരനാണ് എന്നാണ്. ഓക്കെ, വഹ ബോൽ രഹാ താ തബ് ബേബീനെ ഉസ്കെ പൈരോं की ओर देखा. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കി. ബോൽ രഹാ താ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കി. കിത്തനെ മസ്ബൂത്ത് ഓർ ഗോൾ ഗോൾ. മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, എത്ര നല്ല ശക്തമായ കാലുകൾ. അതുപോലെ ഗോൾ ഗോൾ നല്ല ഉരുണ്ട കാലുകൾ. ഈ പോസ്റ്റ്മാൻകെ പയർ കിത്തനെ അച്ഛതെ. ഈ പോസ്റ്റ്മാന്റെ കാല് എത്ര നല്ലതാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. അച്ചാനക് ബേബിക്ക് ധ്യാൻമേ ആയാക്കി ഏ അച്ഛേ പയർ നങ്കെ. പെട്ടെന്ന് ബേബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ മനോഹരമായ കാലുകൾ നഗ്നമാണ്. നങ്ക എന്ന് പറയുന്നത് നഗ്നമായ. ഇതിനെ പൈറോമേ കുച്ച് പഹനയ്ക്കോ നഹി. ഇയാള് കാലുകളിൽ എന്താണ് ഒന്നും ധരിക്കാത്തത്? പഹന ധരിക്കുക. അപ്പൊ ഇയാള് കാലുകളിൽ എന്താണ് ഒന്നും ധരിക്കാത്തത്? അപ്പൊ ബേബി അയാളുടെ കാലുകളിൽ നോക്കി. അപ്പൊ പോസ്റ്റ്മാൻ എന്താണ്? ചെരുപ്പില്ല. പോസ്റ്റ്മാൻ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. അയാളുടെ കാലുകൾ നഗ്നമാണ്. അത് ബേബി കണ്ടു. എന്നിട്ട് അയാള് ചിന്തിക്കുകയാണ്, ഈ പോസ്റ്റ്മാൻ എന്തുകൊണ്ടാണ് കാലിലൊന്നും ധരിക്കാത്തത്? മനസ്സിലായി? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയുള്ള പോസ്റ്റ്മാൻ ലൗട്ട് ഗയ. പോസ്റ്റ്മാൻ മടങ്ങിപ്പോയി. സുന്ദർ പഗ് ധർത്തെ ഹുയെ ചല ഗയ. സുന്ദരമായ കാൽവയ്പ്പുകളോടെ അയാള് നടന്നുപോയി. ബേബിനെ സോച്ചാക്കി കഥാചിത് ഉസ്കെ ജൂത്തെ പട്ട് ഗയെ ഹോങ്കെ വേ മർമ്മത്ത് ഹോക്കർ ആത്തെ ഹോങ്കെ. അപ്പൊ ബേബി ചിന്തിച്ചു, ഒരു പക്ഷേ അയാളുടെ ഷൂസ് കീറിപ്പോയതായിരിക്കും, പൊട്ടിപ്പോയതായിരിക്കും. എന്നിട്ട് അത് ഫട്ട് ഗയ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. അപ്പൊ ബേബി ചിന്തിക്കുകയാണ്, അയാളുടെ ഷൂസ് ഒരു പക്ഷേ അല്ലെങ്കിൽ ചെരുപ്പ് ഒരു പക്ഷേ കീറിപ്പോയതായിരിക്കും. വേ മർമ്മത്ത് ഹോക്കർ ആത്തെ. മർമ്മത്ത് എന്ന് പറഞ്ഞാൽ റിപ്പയർ. അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയായിരിക്കും. റിപ്പയർ ഒക്കെ ചെയ്തിട്ട് അത് പിന്നീട് വരുമായിരിക്കും എന്ന് ബേബി ചിന്തിച്ചു. കഥാചിത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചിലപ്പോൾ എന്നാണ്. ചിലപ്പോൾ അയാളുടെ ചെരുപ്പ് കീറിപ്പോയിട്ട് അത് നന്നാക്കാൻ കൊടുത്തതായിരിക്കും. അത് താമസിയാതെ തിരിച്ചു കിട്ടും എന്ന് അവള് ചിന്തിച്ചു. थोड़ी देर के लिए ही सही इस तर्क से बेबी को अच्छा लगा. അല്പ നേരത്തേക്കാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ചിന്ത അവൾക്ക് വളരെ സുഖമുള്ളതായിട്ട് തോന്നി. തർക്ക് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റ് കുറച്ചു നേരത്തേക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ്, ഒരു വാദം അവൾക്ക് നന്നായിട്ട് തോന്നി. ഡാക്ക് ലേക്കർ വ കുർസി പർ ബൈഠ് ഗയി. കത്തൊക്കെ എടുത്തുകൊണ്ട് അവള് കസേരയിൽ ഇരുന്നു. പോസ്റ്റ്മാൻ കെ നംഗെ പേർ ഉസ്കെ മനസ്സെ ധീരെ ധീരെ ചലകി. പോസ്റ്റ്മാന്റെ നഗ്നമായ കാലുകള് അവളുടെ മനസ്സിൽ നിന്നും പതുക്കെ 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 മാഞ്ഞുപോയി. ഓക്കെ, പാരഗ്രാഫ്. ജാഡ ഗയ ഓർ ഗർമി ആയി. ജാഡ എന്ന് പറഞ്ഞാൽ തണുപ്പ്. തണുപ്പ് കാലം പോയി, ചൂട് കാലം വന്നു. തണുപ്പ് പോയി, ചൂട് വന്നു. ധൂപ് കുച്ച് തേജ് പഠനത്തിലേക്ക് എത്തി. ചൂട് ഇച്ചിരി അധികരിക്കാൻ തുടങ്ങി. തേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശക്തമാകാൻ തുടങ്ങി ചൂട്. കോൽത്താർക്ക് സടക്ക് തപനയിലേക്ക് എത്തി. കോൽത്താറിന് ടാറ്, നമ്മളെ റോഡിലൊക്കെ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാറ് ചൂട് പിടിക്കാൻ തുടങ്ങി. പർ പോസ്റ്റ്മാൻ ആത്ത. എന്നാലും പോസ്റ്റ്മാൻ വരും. ഉസ്കെ പാസ് ചാത്ത നഹി. അയാളുടെ കയ്യിൽ കുടയില്ല. സൈക്കിൾ നഹി. സൈക്കിളില്ല. ഒരു ജൂത്ത ഭി നഹി. ചെരുപ്പുമില്ല. ധൂപ് സെ ഉസ്ക ചെഹറ ലാൽ പില ഹോത്ത ഹൈ. അപ്പൊ വെയിലത്ത് അയാളുടെ മുഖം ചുവന്നു തുടുക്കും. पसीने से उसकी कमीज पीठ से चिपकी रहती. അപ്പോൾ ചൂടത്ത് വിയർപ്പ് കൊണ്ട് അയാളുടെ കുപ്പായമൊക്കെ പുറകുവശത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. ചിപക്കിനെ ഒട്ടിപ്പിടിക്കുക. കമീസ് കുപ്പായം, ഉടുപ്പ് നമ്മൾ പറയുക. അതാണ്. സുഖേ അതിരോംബർ വഹ് ജബാൻ ഫിരാക്കർ ലജീലി ഹസി ഹസ്ത ഓർ ഡാഗ് ദേക്കർ ലൗട്ട് ജാത്ത. സുഖേ അതിൽ ഉണങ്ങിയ ചുണ്ടുകളിൽ അയാൾ നാക്ക് കൊണ്ട് ഒന്ന് നനയ്ക്കും. എന്നിട്ട് ഒരു നാണം നിറഞ്ഞ ചിരിയോടെ കത്ത് കൊടുത്തിട്ട് മടങ്ങിപ്പോകും. ഇപ്പൊ വാക്ക് നോക്കി ഏത് വാക്ക് കിട്ടാനുള്ള അധരം എന്ന് പറയുന്ന ചുണ്ടാണ്. ജബാൻ നാക്ക് വളച്ച്. ഫിറാക്കർ നാക്ക് വളച്ച് ചുണ്ട് നനച്ച്. ലജീലി ഹസിഹസം. ലജീലി നാണം നിറഞ്ഞ ഒരു ചിരി ചിരിച്ചിട്ട്
കത്ത് കൊടുത്തിട്ട് മടങ്ങിപ്പോകും. ധൂപ് സെ ജലത്തെ നംഗെ പേർ ഘൂംതാ രഹാ. അപ്പൊ ആ ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലാണ്, വെയിലത്ത് ആ കാല് ചൂട് പിടിച്ച് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ. ഉസിനെ മാ സെ പൂച്ച, അവൾ അമ്മയോട് ചോദിച്ചു, മാ വോ പോസ്റ്റ്മാൻ നംഗെ പേർ ഹി ക്യോ ഘൂംതാ. അമ്മേ, ഈ പോസ്റ്റ്മാൻ എന്തുകൊണ്ടാണ് ഈ ചെരുപ്പില്ലാതെ ഇങ്ങനെ കറങ്ങുന്നത്? ചെരുപ്പില്ലാതെ എന്ന് പറഞ്ഞാല് നഗ്നപാതനായിട്ട് എന്തുകൊണ്ടാണ് കറങ്ങുന്നത്? മാനെ കഹ ചെയിൻ സെ കോയി നംഗെ പേർ കൂമേഗ ബേട്ടി, പൈറോമൻ ഡാലനെ കെ ലിയെ ഉസെ മിൽത്താ ന ഹോഗ. ചെയിൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്രകാരം ആരെങ്കിലും ചെരുപ്പില്ലാതെ നടക്കുമോ മോളെ? ചെയിൻ സെ കോയി, ഘൂമന എന്ന് പറഞ്ഞാൽ കറങ്ങുക എന്നാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. സന്തോഷത്തോടെ അല്ലെ സ്വന്തം ഇഷ്ടത്തോടെ ആരെങ്കിലും ചെരുപ്പില്ലാതെ നടക്കുവോ മോളെ? പൈറോമേ ഡാലനെ കെ ലിയെ ഉസെ മിൽത്താ ന ഹോഗ. കാലിലിടാനായിട്ട് ആൾക്ക് ചെരുപ്പ് ഇല്ലായിരിക്കും, അല്ലെ ചെരുപ്പ് മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടായിരിക്കും. അമ്മ പറഞ്ഞു, ഇഷ്ടമുണ്ടായിട്ടല്ല, ഒരുപക്ഷെ ചെരുപ്പ് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും അയാൾ അങ്ങനെ നടക്കുന്നത്. ബേബിനെ മൻ ഹി മൻ നിശ്ചയ കിയ കി വഹ് ഉസ് പോസ്റ്റ്മൻ കോ നംഗെ പേർ ചലനെ നഹി ദേഖ്. ബേബി മനസ്സിൽ തീരുമാനമെടുത്തു. മൻ ഹി മൻ നിശ്ചയ കിയ, മനസ്സിൽ തീരുമാനമെടുത്തു, അവള് ആ പോസ്റ്റ്മാനെ അങ്ങനെ നഗ്നപാതനായിട്ട് നടക്കാൻ സമ്മതിക്കില്ല. തൈ കർത്തേ ഹി ഉസെ സുഖദ് അനുഭൂതി ഹുയി. അങ്ങനെ തീരുമാനിച്ചപ്പോഴേ അവക്ക് ഒരു സുഖം തോന്നി, സുഖകരമായ ഒരു അനുഭവം തോന്നി. ഹമേശ ആനെ വാല മോച്ചി ജബ് ഘർ ആയ തബ് बेबी ने उसे पास बुलाया और 5 रुपया उसके हाथ में देकर धीमी आवाज में कहा, मुझे इसके जूते बनवा दो. അപ്പൊ വീട്ടില് എപ്പോഴും വരുന്ന മോച്ചി എന്ന് പറഞ്ഞ ചെരുപ്പ് കുത്തി, ഷൂ മേക്കർ. അപ്പൊ വീട്ടിൽ എപ്പോഴും ഒരു ചെരുപ്പ് കുത്തി വരും. ആ ചെരുപ്പ് കുത്തി വന്നപ്പോഴത്തേക്ക് ബേബിനെ ഉസെ പാസ് ബുലായ, ബേബി അയാളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് 5 രൂപ ഉസ്കെ ഹാത്ത് മേ ദേ ദിയ, 5 രൂപ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ധീമി ആവാസ് മേ കഹ എന്ന് പറഞ്ഞ പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, മുച്ചെ ഇസ്കെ ജൂത്തെ ബനാദു, എനിക്കിതിന് ചെരുപ്പുണ്ടാക്കി തരണം. ഹരീബാനെ സിർ ഹിലാക്കർ കഹ, ബനാ ദൂങ്ക ബഹിൻ നാപ്പിലേലു. ഹരീബ എന്ന് പറഞ്ഞാൽ മോച്ചിയുടെ പേരാണ് കേട്ടോ, ചെരുപ്പ് കുത്തിയുടെ പേരാണ് ഹരീബ. ഹരീബ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, സിർ ഹിലാക്കർ കഹ, തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ബനാദൂങ്ക, ഞാൻ ഉണ്ടാക്കിത്തരാം, ചെരുപ്പുണ്ടാക്കിത്തരാം. ബഹിൻ, സഹോദരി, ഞാൻ ചെരുപ്പുണ്ടാക്കിത്തരാം. നാപ്പിലേലു, ഞാൻ അളവെടുക്കട്ടെ. വഹ് ബോലി, അരേ മേരെ പേർക്ക നഹി, അവള് പറഞ്ഞു, അയ്യോ എന്റെ കാലിന്റെ അല്ല. ഫിർ കിസ്കെ ലിയെ, ഹരീബാനെ പൂച്ച, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഹരീബ ചോദിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇസ് പ്രശ്നക്കോ സുൻകർ ബേബിയേക്ക് ഉൽഛന്മേ പെടുകയും. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ബേബി ഒരു കൺഫ്യൂഷനിൽ പെട്ടുപോയി. ഉൽझन എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഉസ്കോ ലഗാ കി മാനോ ആപ് സാരാ ഖേൽ ബിഗഡനെ ജാ രഹാ. അവർക്ക് തോന്നി എന്റെ കളികളെല്ലാം പൊളിയാൻ പോവുകയാണ്. ബിഗഡന, കുഴപ്പത്തിലാകുക. അപ്പൊ എന്റെ കളികളൊക്കെ കുഴപ്പത്തിലാകാൻ പോവുകയാണ്. അന്തുമേ പ്രതീക്ഷ കർത്തെ ഹുയെ മോച്ചി സെ ഉസ്നെ കഹാ, 2 दिन के बाद आओ ഹരീബ, മേ മാപ് ദൂംഗി. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് അവള് അവസാനം, അന്തമേ അവസാനം പ്രതീക്ഷ വെച്ചിട്ട് അവൾ പറഞ്ഞു, മോച്ചിയോട് പറഞ്ഞു, എന്താണ്? 2 दिन के बाद आओ, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരൂ. ഹരീബ എന്ന് പറഞ്ഞ മോച്ചിയുടെ പേരാണ്. മേ മാപ് ദൂംഗി, അപ്പോഴത്തേക്ക് ഞാൻ ചെരുപ്പിന്റെ സ്കെച്ച് തരാം. മാപ്പ് എന്ന് പറഞ്ഞ സ്കെച്ചാണ്. അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. दूसरे दिन पोस्टमैन आया और थोड़ी देर तक एक एक कर डाक देकर चला गया. 2ാമത്തെ ദിവസം പോസ്റ്റ്മാൻ വന്നു. എന്നിട്ട് അല്പനേരത്തേക്ക് ഓരോന്നായിട്ട് കത്തുകൾ കൊടുത്തിട്ട് മടങ്ങിപ്പോയി. थोड़ी എന്ന് പറഞ്ഞാൽ അല്പനേരം. डाक को कुर्सी पर रखकर बेबी अहाते के किनारे आई और सीढ़ियों से नीचे उतर गई. കത്തുകളൊക്കെ കസേരയിൽ വെച്ചിട്ട് ബേബി വരാന്തയുടെ അരികിൽ വന്നിട്ട്, കിനാര എന്ന് പറഞ്ഞാൽ അരികിൽ നിന്നാണ്, അരികിൽ വന്നിട്ട് സീഡിയോംസെ നീച്ച് ഉതറുകയും, സീഡി എന്ന് പറഞ്ഞാൽ ഒതുക്കുകല്ല്, സ്റ്റെപ്സ് ഇറങ്ങി താഴെ വന്നു. ഉതർന്ന ഇറങ്ങുക, നീച്ച് ഉതറുകയും താഴെ ഇറങ്ങി വന്നു. फिर फ्रॉक की जब से
परकार निकाल कर जाने वाले पोस्टमैन के पैरों के निशान का നാം ജോക്ക് ചെയ്യുക. എന്നിട്ട് തന്റെ ഫ്രോക്കിന്റെ പോക്കറ്റിൽ നിന്നും പർക്കാർ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് നടന്നു പോകുന്ന പോസ്റ്റ്മാന്റെ പൈറോങ്കെ നിശ എന്ന് പറഞ്ഞാൽ കാൽപ്പാട്, നടന്നു പോകുമ്പോ കാലിന്റെ ഒരു പാടുണ്ടല്ലോ, കാൽപ്പാട്, ആ കാൽപ്പാട് അളന്നെടുത്തു. കാലിന്റെ കാൽപ്പാട് അവള് അളന്നെടുത്തു. പൈറോങ്കി ഗോളായി ആദിക്ക ടീക് ടീക് മാർ. കാലിന്റെ ഗോളായി എന്ന് പറഞ്ഞാൽ ആകൃതി, ഉരുണ്ടതെന്ന് കൂടാതെ ആകൃതി എന്നൊരർത്ഥം കൂടി ഉണ്ട്. ആകൃതിയുടെയൊക്കെ കൃത്യമായ അളവ്. മാപ്പ് ലേക്കർ ഫിർ കമരമയായി. അളവൊക്കെ എടുത്തുകൊണ്ട് അവള് വീണ്ടും മുറിയിൽ വന്നു. മാപ്പ് എന്ന് പറഞ്ഞ അളവാണ്. ഞാൻ ആദ്യം സ്കെച്ച് എന്ന് പറഞ്ഞ, സ്കെച്ചല്ല, അളവാണ് മാപ്പ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഹരീബ മോച്ചിക്കോ കാമില. നമ്മുടെ ഹരീബയ്ക്ക് ജോലി കിട്ടി, അയാൾക്ക് ഈ ചെരുപ്പ് ഉണ്ടാക്കാനുള്ള വർക്ക് കിട്ടി. ഉസ്നെ ഹിസാബ് സെ ജൂത്തെ തയ്യാർ കിയെ ഓർ ബേബി കോ ലാക്കർ ദേ ദിയ. അപ്പൊ ബേബി കൊടുത്തിരുന്ന അളവനുസരിച്ച് ഹരീബ ചെരുപ്പൊക്കെ ഉണ്ടാക്കി ബേബിയുടെ കൊണ്ട് കൊടുത്തു. തപ്പൊ ഹോളി കാ ത്യോഹാർ മനായ ജാ ചുകാ താ. അപ്പൊ ഹോളിയുടെ ആഘോഷമൊക്കെ കഴിഞ്ഞു പോയിരുന്നു. ഹോളി ആഘോഷമൊക്കെ അറിയാമല്ലോ, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേത്ത് കളേഴ്സ് പുരട്ടുന്ന ഒരു ആഘോഷമാണ്. വടക്കേ ഇന്ത്യയിലാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. ആഘോഷമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദോപ്പവർക്കോ പോസ്റ്റ്മാൻ കബ് ആയേഗ ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി പൈറ്റ്. ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ എപ്പോൾ വരും എന്ന് ആലോചിച്ച് പോസ്റ്റ്മാനെ പ്രതീക്ഷിച്ച് ബേബി ഇരുന്നു. ദോപ്പവർക്കോ പോസ്റ്റ്മാൻ ആയ ഓർ ബേബിക്ക് ആനയ്ക്ക് രാഹ ദേക്കിന് ലഗ. ഉച്ചയായപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ വന്നു. എന്നിട്ട് ബേബി അകത്തുനിന്ന് വരുന്ന അത് നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. ധീരെ ധീരെ ബേബി ആയി ഓർ പുരാനെ അഖ്ബാർ മേ ലിപട്ട ഏക് ബണ്ടൽ ലേക്കർ അഹാത്തെ മേ ഖടി ഹോയി. പതുക്കെ പതുക്കെ, ധീരെ ധീരെ, പതുക്കെ പതുക്കെ ബേബി അകത്തുനിന്ന് നടന്നു വന്നു. എന്നിട്ട് അഖ്ബാർ എന്ന് പറഞ്ഞ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു ബണ്ടൽ എന്ന് പറഞ്ഞാൽ പൊതി, പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു പൊതി കയ്യിൽ പിടിച്ചുകൊണ്ട് അവള് വരാന്തയിൽ നിന്നു. ഇത്ര മനസ്സിലായില്ലേ? അഖ്ബാർ എന്ന് പറഞ്ഞ പത്രം, അഖ്ബാർ സെ ലിപട്ട എന്ന് പറഞ്ഞാൽ ലിപട്ടിനെ പൊതിയുക. പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു പൊതിയെ പിടിച്ചോണ്ട് അവള് വരാന്തയിൽ നിന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. ഹമേശ കി തരഹ് വോ മുസ്കുരായ ഓർ പത്രോം കാ ഗഡ്ഡ ഉസ്നെ ബേബി കെ ഹാത്ത് മേ ദേ ദിയ. എല്ലാ ദിവസത്തെയും പോലെ അയാള് പുഞ്ചിരിച്ചു. അതിനുശേഷം കത്തുകളുടെ കെട്ട് അയാള് ബേബിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പത്രം എന്ന് പറഞ്ഞാൽ കത്തുകളാണ്, ലെറ്റേഴ്സ്. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കെട്ട്, അത്രേ ഉള്ളൂ. കത്തുകളുടെയൊക്കെ കെട്ട് ബേബിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നെക്സ്റ്റ് പറയുക. ബേബിനെ ടോക്ക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തമാശകളുടെ കാലത്ത് ചോദിക്കുക എന്നുള്ളൂ. ബേബി ചോദിച്ചു, ആജി തുമ്നെ ഹോളിക്ക് ഉപഹാരം നഹി മാങ്ക. നിങ്ങള് പിന്നെ ഹോളിയുടെ സമ്മാനം ഒന്നും ചോദിച്ചില്ലല്ലോ, ഉപഹാർ സമ്മാനം. പോസ്റ്റ്മാൻ നെ കഹ. പോസ്റ്റ്മാൻ പറഞ്ഞു, മാംഗൂങ്ക ബഹൻജി സാഹബ് സെ ഭേട്ട് നഹി ഹോ രഹി. ഞാൻ ചോദിക്കും സഹോദരി, തീർച്ചയായിട്ടും ചോദിക്കും. എന്നാൽ സാഹബിനെ ഇതുവരെ കണ്ടില്ല, സാഹബുമായിട്ട് ഇതുവരെ കൂടിക്കാഴ്ച ഉണ്ടായില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കും. സാഹബ് എന്ന് പറഞ്ഞാൽ ഇവളുടെ അച്ഛനായിരിക്കും കേട്ടോ. അപ്പൊ അച്ഛനെ ഇതുവരെ കണ്ടില്ല, കാണുമ്പോൾ ഞാൻ ചോദിക്കും. ഏക സുനത്തെ ബേബീനെ പോസ്റ്റ്മാൻ കെ ഹാത്ത് മേ ജൂത്തേക്ക ബണ്ടൽ ഥമാ ദിയ. ഇത് കേട്ടുകൊണ്ട്, അയാള് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ ബേബി തന്റെ കയ്യിരുന്ന പൊതി പോസ്റ്റ്മാന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അചർച്ച് സെ സഹപകാക്കർ ഉസിനെ ബണ്ടൽ കോല. അചർച്ച് ആശ്ചര്യത്തോടെ അയാള് ആ പൊതി തുറന്നു. ഭീതർ ഏക് ജോഡി സുന്ദർ ജൂത്തേതെ. ഉള്ളിൽ എന്തായിരുന്നു? ഒരു ജോഡി സുന്ദരമായ ചെരുപ്പായിരുന്നു. പോസ്റ്റ്മാൻ മൻഹി മൻ കഹുഡ. പോസ്റ്റ്മാൻ മനസ്സിൽ പറഞ്ഞു, ഈസ് ബെച്ചിനെ തോ മുച്ച് നംഗെ പയർക്കോ ജൂത്തെ ദി. ഈ പെൺകുട്ടി നഗ്നപാതനായ എനിക്ക് ചെരുപ്പ് തന്നു. ഉസ്കെ പയർ നഹി, അവൾക്ക് കാലില്ല. ഓ മേ കൈസേ ദേ സകൂങ്ക. കാലില്ലാത്ത അവൾക്ക് ഞാൻ എങ്ങനെ ചെരുപ്പ് കൊടുക്കും? അപ്പൊ കാലില്ലാത്ത അവള് എനിക്ക് ചെരുപ്പ് തന്നു, നഗ്നപാതനായി എനിക്ക് ചെരുപ്പ് തന്നു. പക്ഷെ ഒരു ജോഡി ചെരുപ്പ് അവൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ അവൾക്ക് കാലില്ല, അവൾക്ക് ഞാൻ എങ്ങനെ ചെരുപ്പ് കൊടുക്കും എന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്.
കാം ഖതം കർക്കെ വഹ സീത പോസ്റ്റ് ഓഫീസ് ഗയ. തന്റെ ജോലിയൊക്കെ പൂർത്തിയാക്കി. ഖതം കർണ ഫിനിഷ് ചെയ്യുക എന്നർത്ഥം. ജോലിയൊക്കെ പൂർത്തിയാക്കി നേരെ അയാൾ പോസ്റ്റ് ഓഫീസിലോട്ട് ചെന്നു. बड़े बाबू के टेबल के सामने जाकर बोला, साहब मेरी लाइन बदल दीजिए, सिटी में कहीं भी बदली कर दीजिए. ബഡേ ബാബ എന്ന് പറഞ്ഞ ഓഫീസർ, വലിയ ഓഫീസറുടെ ടേബിൾ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സാർ മേരി ലൈൻ ബദൽ ദീജിയെ, എന്റെ റൂട്ട്, ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മാൻ പോകുന്ന റൂട്ട്, എന്റെ റൂട്ട് മാറ്റിത്തരണം. സിറ്റിമേ കഹീബി ബദലി കർ ദീജിയെ, സിറ്റിയിൽ വേറെ ഏതെങ്കിലും റൂട്ടിലേക്ക് എന്നെ മാറ്റണം എന്ന് ഓഫീസറോട് പറഞ്ഞു. ബദലീകറിന് ചേഞ്ച് ചെയ്യുക, മാറ്റുക. അപ്പൊ എന്റെ കത്ത് കൊടുക്കുന്ന റൂട്ട് മാറ്റി തരണമെന്ന് എന്ന് പോസ്റ്റ്മാൻ ആ ഓഫീസറോട് പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം അവസാനിച്ചു. ഇച്ചിരി ലെങ്തിയാണ്, നമ്മുടെ വീഡിയോ ഇച്ചിരി സമയം എടുത്തു. പക്ഷെ നമുക്ക് രണ്ടാക്കാനായിട്ട് ഉള്ളതില്ല, 2 വീഡിയോ ആക്കാനുള്ള ഇതില്ല. ഇതുകൊണ്ട് ഇച്ചിരി ലെങ്തിയാണ്, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ മനോഭാവം എന്താണ്? ഭിന്നശേഷിക്കാരായ നമ്മള് ആൾക്കാരെ പൊട്ടൻ, മുടന്തൻ അല്ലെങ്കിൽ വികലാംഗൻ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് കർശനമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അവരെ വിളിക്കരുത്. അവരെ വിളിക്കേണ്ടത് എങ്ങനെയാണ്? ഭിന്നശേഷിക്കാർ എന്ന് വേണം വിളിക്കാൻ. അപ്പൊ ഈ പെൺകുട്ടി, നമ്മുടെ ബേബിക്ക് ഒരു കാലില്ല, അത് നിങ്ങൾ കണ്ടല്ലോ, പഠിച്ചല്ലോ. അപ്പൊ ഇതുപോലെയുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അപ്പൊ അവരോട് നമുക്ക് ഒരു അനുകമ്പ പൂർണമായ ഒരു മനോഭാവമായിരിക്കണം ഉണ്ടായിരിക്കണം. അവരുടെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ ആയി പോകുന്നത്. അങ്ങനെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അപ്പൊ അവരെ കൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കൂടെ കടമയാണ്. അപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നേരത്തെ അവരെ സെപ്പറേറ്റ് സ്കൂളുകളിലാണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവർക്ക് പൊതുസമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ വളർന്നു വന്നത്. പൊതുസമൂഹത്തിലുള്ളവരുമായിട്ട് കാര്യമായ ബന്ധമില്ല. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, ഇവരെ അങ്ങനെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിച്ചാൽ പറ്റിയല്ല, അവര് പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിക്കണം. എങ്കിലേ അവര് മറ്റു കുട്ടികളുമായിട്ട് സഹകരിച്ച് മറ്റു കുട്ടികളോട് ഇടപെട്ട് മറ്റു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് പഠിക്കാനും ചെയ്യാനും ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവരെ ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ അവരോട് നമ്മൾ വളരെ അനുകമ്പാപൂർവം വേണം പെരുമാറാനായിട്ട്. അവരോടൊരു വിട്ടുവീഴ്ച കാണിക്കണം. അവരാരും അങ്ങനെ ആയിപ്പോയത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, സമൂഹത്തിൽ ഉണ്ട്, അങ്ങനത്തെ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്ക് അവരെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കുമൊക്കെ ഭിന്നശേഷിക്കാരെന്നെ അഭിസംബോധന ചെയ്യാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർ, ഇപ്പൊ അംഗവൈകല്യം മാത്രമല്ല, സെറിബ്രൽ പൾസി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, അങ്ങനെ പലതരത്തിലെ വൈകല്യങ്ങളുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ തന്നെ അവരെയും നമ്മൾ ഉൾക്കൊണ്ടും അവരെ കൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള ഒരു മനോഭാവം നിങ്ങൾ ഇപ്പോഴേ വളർത്തിയെടുക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ അയൽപ്പക്കത്തും ഒക്കെ അങ്ങനത്തെ കുട്ടികളുണ്ടാവും. അപ്പൊ ഈ പാഠം പഠിപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്, നമ്മുടെ മനോഭാവം മാറണം. അപ്പൊ ഈ പാഠം ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ മനോഭാവം മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.